ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാട്ടോ. അങ്ങനെ എന്താ റെഡിയായിട്ട് രാവിലെ ഇന്ന് റെഡിയായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ. കുറച്ച് പണിയും കഴിഞ്ഞിട്ട് നേരെ ഭാബി കോളാക്കി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ അതാ 8 മണിക്ക് റെഡിയായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ എന്താ പറയല്, നേരെ താഴെ പോയിട്ടാകുമ്പോഴത്തേക്ക് പോവാൻ സമയമെങ്കിലും എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തിരിഞ്ഞതിലൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ എന്താ നേരെ ബാബിനെ വീട്ടിൽ പോയിട്ട് ബാബിനെ കൂട്ടിയിട്ട് പോകുന്നില്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ചാന് കുഞ്ഞിക്ക് ആവി പിടിക്കാനുണ്ട്. സോ 3 ദിവസം പിടിക്കാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഇന്നലെ രാവിലെയും ഇന്ന് രാവിലെയും ഞാൻ പോകുന്നില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം ചാച്ച കൊണ്ട് ഇന്ന് രാവിലെയും ഞാൻ പോകുന്നില്ലത്. സോ രാവിലെ തന്നെ എന്താ പറയല്, കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. 8 മണിക്കെങ്കിലും തിരക്കുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ പോകുന്നത് അമ്മയും കുഞ്ഞും കേട്ടോ കാഞ്ഞങ്ങാടില്ല. ഇപ്പം ഇങ്ങനെ എപ്പോഴും ഇപ്പോൾ കാഞ്ഞങ്ങാട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരിക്കൽ കാഞ്ഞാണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാഞ്ഞാണ്ട് വരുന്നുണ്ട്. സോ ഇവിടെ വെച്ചൊക്കെ കുലുമാൻ്റെ പീസ് ഓൻ പറഞ്ഞു ബാബിനോട് ഞാൻ സൈഡിലിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബാബി സൈഡിലിരിച്ചു. അപ്പോഴത്തേക്ക് ചെക്കനിക്ക് പുറത്ത് ഇങ്ങനെ എത്തി നോക്കണമല്ലോ. ഓനുണ്ടാവും, ഓനിക്ക് ആവി പിടിക്കാൻ പോകുന്നതിനുള്ള ആവശ്യം നമുക്ക് ആവി പിടിക്കേണ്ടി വരും. പിന്നെ എൻ്റെ മടിയിൽ വീഴുന്നതെന്ന് വെച്ചാൽ കുലുമാലാക്കി എൻ്റെ മടിയിൽ വീഴ്ത്തിട്ടാൽ കൂടെയല്ല ഫുള്ള് ചെക്ക ഹാപ്പി ഇട്ടാ. സോ ആടെ എന്തൊക്കെ എൻ്റെ ഇച്ചാൻ്റെ മക്കളയിലും ചാച്ചാൻ്റെ മക്കളയിൽ ആകെ വരുന്ന ഒരേ ഒരാൾ ഓനും മാത്രം കേട്ടോ. ഐഷു അങ്ങനെ വരില്ല. ഓന്നെ മണേഷിന് പാത്തു അങ്ങനെ എന്നൊക്കെ മുണ്ടില്ല. ചാർജ് എന്നൊക്കെ ആരെയൊക്കെ അങ്ങനെ മുണ്ടലേ ഇല്ല കേട്ടോ. അവർക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയത് കൊണ്ടൊന്നും അറിയില്ല. എനിക്ക് ഷെസ് കുറച്ച് ക്ലോസ് ഉണ്ട്. പിന്നെ എല്ലാവരും വരും ഇല്ല എന്നല്ല, പക്ഷേ കുറച്ച് പേടിയുണ്ട്. അതൊക്കെ എനിക്ക് അവരെന്നെ പഠിപ്പിക്കും, ഞാൻ അവരെ പഠിപ്പിക്കും, അത് വേറെ കാര്യം. സോ അങ്ങനെ പഠിപ്പിക്കുന്നില്ല കേട്ടോ. എന്നെ പേടി ഉണ്ടായത് കൊണ്ട് അവർക്ക് എന്നോട് വരാനോ ഉണ്ടേയില്ല. എത്ര പറഞ്ഞാലോ അഥവാ പാത്ത് അംഗൻവാടി കുട്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംസാരിച്ചെങ്കിലായിട്ടാണ്. അല്ലാതെ എന്തെങ്കിലും പാത്ത് എന്ത് സ്കൂളിലുണ്ടായത് അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മാത്രം ആൻസർ, അതിനത് വേറെ ഒന്നും പറയില്ല. അത് വേണം ഇത് വേണം ഒന്നും ചോദിക്കുകയില്ല കേട്ടോ എൻ്റെയൊക്കെ. സോ അതേ കണിക്ക് തന്നെ അതിൻ്റെ കാക്കാനും മക്കും വലിയവരെല്ലാവരും മുണ്ടുന്നുണ്ട്. സോ ചെറുതിനെ കുറിച്ച് പറയുന്നില്ല എന്നിട്ട് മറ്റേ ചാച്ചൻ്റെ കുഞ്ഞും അങ്ങനെ എൻ്റെയൊക്കെ മുണ്ടായില്ല. ഈ ചാച്ചൻ്റെ ഒരു മോനും അങ്ങനെ എൻ്റെയൊക്കെ മുണ്ടായില്ല. പിന്നെ എന്താ പറയില്ല, ഓന് മാത്രം എൻ്റെയൊക്കെ വരും കേട്ടോ. ഓന് പൊതുവെ എല്ലാവരൊക്കെ പോവും. പിന്നെ ഈ നമുക്ക് പിള്ളമാർ ഇങ്ങനെ ഞണ്ടാൻ തോന്നുന്നില്ല. ഫുൾ ഇങ്ങനെ എന്തെല്ലാം ഇങ്ങനെ പറയില്ലേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇങ്ങനെ വയറെല്ലാം പിടിച്ച് ഞെക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓനുണ്ടല്ലോ എന്താക്കിയാലും പിടിച്ച് കടിച്ചാൽ ഒരു അക്ഷരം മുണ്ടില്ല കേട്ടോ. ഭയങ്കര കിൺമുണ്ടാതിരിക്കും. അപ്പം നമ്മൾ ഇഷ്ടമുള്ള കണക്ക് ഇങ്ങനെ ഞമ്മടി വെക്കും. സോ ചെക്കനുണ്ടല്ലോ കുറച്ച് നേരം അടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അതാ എന്ത് പറയില്ലേ, ആടുന്ന് സൗണ്ട് കേൾക്കുമ്പോൾ തുടങ്ങിയിട്ട യുദ്ധം. എൻ്റെ റബ്ബേ, ശരിക്കും ഈ പിള്ളമാർക്ക് ആവി പിടിക്കുന്നുള്ള ടാസ്ക് ചെറുങ്ങനൊന്നുമല്ല കേട്ടോ. ഒരു ഒന്നൊന്നര ടാസ്ക് തന്നെ ഉള്ളത്. സോ രാവിലെ എങ്ങനെയല്ലോ ആക്കിയിട്ട് പിടിച്ചിട്ടാ പകുതി പിടിച്ചിട്ടുണ്ടാവും, പകുതി കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. സോ അത്ര യുദ്ധം കളിച്ചിട്ട് ഞാനും ഇരുന്ന് ബാബി ഇരുന്ന് ലാസ്റ്റ് കയ്യും കാലും എല്ലാം കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് കിട്ടുന്നതായിരിക്കും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിഷം നമ്മൾ പെരക്കുണ്ട്. അപ്പോൾ നമുക്ക് പെരക്കുന്ന തന്നെ പിടിച്ചാൽ പോരാ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം ഓക്സിജൻ വേണം ഈ കുഞ്ഞിക്ക് പിടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് 3 ദിവസം പോകാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പോകാനുണ്ട് ഗൈസ്. സോ അതിനിടയ്ക്ക് നമുക്ക് വന്നിട്ട് പണിയുണ്ട് കേട്ടോ. വന്ന പാട് പത്തലോട്ട് പിന്നെ എന്താ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ടാക്കി. ഉമ്മ ഉണ്ടായിച്ചാൽ അപ്പോഴത്തേക്ക് ഉമ്മക്കൊരു മീറ്റിംഗ് ഉണ്ടായത് കൊണ്ട് ഉമ്മ പോയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പുള്ളമാർക്ക് രാവിലെ ആക്കിയത് കൊണ്ട് അവരത് തിന്നിട്ട് പോയിട്ടുണ്ടായിന്. സോ എന്താ പറയല്, ഇപ്പോൾ ഉപ്പ വരും. ഉപ്പ അപ്പോഴത്തേക്ക് ഞാൻ പത്തൽ ചുടാനാകുമ്പോഴത്തേക്ക് ഉപ്പ വന്നിട്ടാ. പിന്നെ ഫട്ടാഫട്ട് പത്തൽ ഇതെല്ലാം റെഡിയാക്കുന്നില്ലത്. പിന്നെ എന്താ പറയല്, ഉപ്പ ചായക്ക് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ ഉച്ചക്കുള്ള വരവിന് കറിക്കെല്ലാം ഉപ്പ ഉച്ചക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉപ്പ നാസ്റ്റാക്കി പിന്നെ കൊണ്ടുവരുന്നത് കേട്ടോ. ലാസ്റ്റ് ആക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വറവ് ആക്കുന്ന സെറ്റപ്പ് കൊണ്ടുവരും. പിന്നെ ഉപ്പ മറ്റച്ചാൽ മീനെല്ലാം 12 മണിയാകുമ്പോൾ അങ്ങനെ കൊണ്ടുവരും കേട്ടോ. സോ അങ്ങനെ നമ്മൾ നേരെ എന്താ പറയല്, അതിനെനിക്ക് ഞാൻ കുറച്ച് പാലോന് നേരത്തെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗ്ലാസ്സിൽ എങ്ങനെ ആയാലും പാൽ ഒഴിക്കുന്നില്ല കേട്ടോ. അതാണ് ബേജാറ്. ഓന് കുപ്പിപ്പാലിൽ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കണം പാൽ. അങ്ങനെ സോ ഞാൻ കുറച്ച് ഓനിക്ക് പാലെടുത്തേക്കുന്നില്ല. ഇത് എന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഇന്ന് തടിൽ ഇക്കട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിന്നുന്നേ ഇല്ല ചിക്കന്. പിന്നെ അത് അതിനിടയിൽ ഉപ്പൊക്കെ ചായ വെക്കുന്നില്ലത് കേട്ടോ.
ഇങ്ങനെ എനിക്കുണ്ടല്ലോ ചായത്തിൽ ഏറ്റവും ഇഷ്ടം കുടിക്കാൻ ഇഷ്ടമില്ല ആക്കാനും ഇഷ്ടമില്ല, പക്ഷേ ഈ തിളക്കുന്ന കാണാൻ നമുക്ക് ഭയങ്കര രസമായിട്ട് എന്താണെന്നറിയില്ല. ഞാൻ ഗ്യാസ് സ്പീഡാക്കും കുറക്കും സ്പീഡാക്കും കുറക്കും. താഴെ പോകുമ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടം. ഇങ്ങനെ മുകളിലോട്ട് വന്നെങ്കിൽ എനിക്ക് കാണാൻ എന്ത് രസം. എൻ്റെ എനിക്ക് പിരാന്നുണ്ടെങ്കിൽ കമൻറ്റ് ആക്കാട്ടോ. പിന്നെ എന്താ പറയല്ലേ, കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ കണ്ണിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അത് താഴോട്ട് പോകുമ്പോൾ അതാ സ്പീഡ്, പിന്നെ അങ്ങനത്തെ സ്പീഡ് കുറക്കാം കൂട്ട അങ്ങനത്തെ ഒരു വിശ്വാസം കേട്ടോ എനിക്ക് ഉള്ളത്. ഞാനും കുറേ ആളെ കണ്ടിട്ടുണ്ട്. സോ പിന്നെ ഇത് ഉപ്പൊക്കെ ചായ റെഡിയാക്കി ഗോയ്സ്. ചായ റെഡിയാക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഉള്ള പണി എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഈ പാത്രം കഴുകി വെക്കൽ. എനിക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞെങ്കിൽ ഇഷ്ടേ ഇല്ലാത്തൊരു സാധനം. ഒന്ന് ഡ്രസ്സ് മടക്കി വയ്ക്കുന്നത്, ഒന്ന് പാത്രം കഴുകി വെക്കുന്നത്. പാത്രം കഴുകിക്കാൻ വെക്കും. മുമ്പെല്ലാം ഭയങ്കര ഇഷ്ടം ഉണ്ടായത് ഇട്ടാൽ. പിന്നെ ഇപ്പം ഈ അധികം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നേ പിന്നെ ഉണ്ടല്ലോ എനിക്ക് പാത്രമെല്ലാം ഭയങ്കര എന്താ വെച്ചെങ്കിൽ ഈ മുട്ടിന്ന്, പിന്നെ മുട്ടിൻ്റെ അടി, കാലിൻ്റെ അടിയെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ബലൂണ് ഊതിട്ട് വെച്ച കാലിൻ്റെ അടിയിൽ വെച്ച കണിക്കുണ്ടാവും. ഇപ്പോൾ പൊട്ടെന്ന് പറഞ്ഞിട്ടുള്ള കണിക്കുണ്ടാവും. എനിക്ക് ഇഷ്ടേ അല്ല അതുകൊണ്ട്. സോ എന്താ പറയുക, വേഗം എന്നുണ്ടല്ലോ ഇതെല്ലാം കഴുകിയിട്ട് വരും, നീട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കാണ് ഒരു ലോഡ് വേറെ ഒരു സൈഡിൽ പാത്രം എല്ലാം എങ്ങനെയെങ്കിലും ആയിട്ട് പാത്രം ആവൂട്ടോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടേ അല്ല പാത്രം കഴുകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പാത്രം കഴുകുമ്പോൾ പാത്രം കഴുകുന്നത് ഇഷ്ടമുണ്ടായില്ല, ഡ്രസ്സ് നോക്കുമ്പോൾ ഡ്രസ്സ് കഴുകാൻ ഇഷ്ടമുണ്ടായില്ല. അതൊക്കെ എനിക്ക് എല്ലാ പണിയും കാണുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടാനും പോകുന്നില്ല കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ രാവിലെയാണ് പിന്നെ നേരെ അതേ പണിയാണ്, രാത്രി പിന്നെ രാവിലെയാണ് അതേ പണിയാണ്. എത്ര ഇട്ടാലും തീരാത്ത പണി എന്ന് പറഞ്ഞെങ്കിൽ തന്നെ കേട്ടോ. എന്നിട്ട് ഒരു ബോയ്സിൻ്റെ ഒരു ക്വസ്റ്റ്യന് എൻ്റെ പണിയില്ല കേട്ടോ, പക്ഷെ കുറേ ആൾക്കാരെ പണി പെരലിരുന്നിട്ട് എൻ്റെ പണിയില്ലത് നിൽക്കുന്നു. ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ശരിക്കും എന്ന് തോന്നും. പക്ഷെ എൻ്റെ ഇക്ക അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇക്ക അങ്ങനെയൊന്നും ചോദിക്കുന്നൊന്നുമില്ല. ഞാൻ നമ്മൾ പെരക്കിലത്തെ എന്നെ ഇച്ചമാരെങ്കിലും ഇച്ചെങ്കിലും എൻ്റെ അപ്പായെങ്കിലും ചോദിക്കും, നിൽക്ക് ഇവിടെ എൻ്റെ പണിയുള്ളത് നല്ല പറഞ്ഞില്ല. അപ്പം അമ്മേൻ്റെ ഇവിടെ അന്ന് നിങ്ങളുടെ നിൽക്ക്, നിങ്ങൾ പണിയെടുത്ത് നോക്ക്. എൻ്റെ ഇച്ചക്ക് എപ്പോഴും കിട്ടും കേട്ടോ. എൻ്റെ ഇച്ച പറയും നിങ്ങൾക്ക് എനിക്ക് ഇവിടെ പണിയില്ലത്, നേരെ അതാക്കി കൂടെ നേരെ ഇതാക്കി കൂടെ എന്നല്ല പറയും. അപ്പോൾ എൻ്റെ ഭയം നല്ല ഭംഗി കേൾക്കും. അപ്പം ഉണ്ടാവാതെ പോകട്ടോ. നമുക്ക് പിന്നെ ഫൈറ്റാക്കാൻ നമ്മൾ ഇച്ചനെ കൊണ്ടല്ലേ പറ്റൂ. ഇപ്പം എനിക്ക് ഭയങ്കര മിസ്സാകുന്നുണ്ട് കേട്ടോ. സോ എന്താ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ആക്കുമ്പോൾ എൻ്റെ ഇച്ച ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കും കേട്ടോ. ഓന് ആര് ഇനി എൻ്റെ ബാബിനായെങ്കിലും പിന്നെ എൻ്റെ അമ്മമാരെയെങ്കിലും നമ്മൾ എല്ലാവരും ക്ലോസ് ആയിട്ടുണ്ടാവും. പക്ഷെ ഓനെ വന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഓനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തത് അടി കിട്ടുക. ഇനി നമ്മൾ എന്തെങ്കിലും പാത്രം ഉണ്ടാവും, ബാക്കിൽ വന്നിട്ട് ഒരു അടി തരും. അപ്പോഴുള്ള പ്രഷർ ഉണ്ടല്ലോ, അവനെ കൊല്ലാൻ തോന്നും. അപ്പോഴത്തേക്കും ഒരു ഫൈറ്റ് ആവട്ടെ. ഞാനുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര 4 കൊല്ലം കഴിഞ്ഞു ഗൈസ്. ഇന്നും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തല്ല് വാങ്ങുന്നുണ്ട് കേട്ടോ. ഈടെ വന്നെങ്കിലും ഉണ്ടല്ലോ നല്ല വാങ്ങി തല്ലിയിട്ട് ഇക്കാനും ഉമ്മനോട് പറയും നോക്കിയമ്മ എന്നല്ല പറഞ്ഞു. ഞാനും ഉമ്മാൻ്റെ ബാക്കിൽ പറയും ഉമ്മ തല്ലുന്ന് നോക്കുമ്പോൾ അതൊന്നുമില്ല മോളെ കുറ്റക്കട കളിച്ച് അതിന് ഞാൻ കൊടുക്കുന്നതാണ് ചുമ്മാരൊക്കെ തന്നെ പറയും. അപ്പം ഞാൻ വിചാരിക്കും ഞാനൊരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ, ഞാനിപ്പോൾ ഒന്ന് ചെറിയ കുഞ്ഞല്ലേ. ഞാൻ പറയും ഏട്ടാ ഞങ്ങൾക്ക് മംഗലക്കഞ്ഞിൽ ഒരു കുഞ്ഞിലോട്ടാണ് നിനക്ക് തരാം. ആര് നിനക്ക് 10 കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരുമെന്ന് അറിയൂ കേട്ടോ. എനിക്കിപ്പം ഒരാളെ ലവ് ആക്കുന്ന സമയത്ത് ചാച്ചൻ്റെ കയ്യിൽ നിന്ന്, പിന്നെ ചെറുതുണ്ടാവും ഉമ്മാൻ്റെ കയ്യിൽ നിന്ന്, പിന്നെ ഇച്ഛൻ്റെ കയ്യിൽ നിന്ന്. ആ ഇച്ഛന് എല്ലാവരുടെ കയ്യിൽ നിന്ന് അടി സ്റ്റോപ്പായി. ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ ഇച്ചാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടി എൻ്റെ റബ്ബേ ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം നമ്മൾ അധികം ചൊടിച്ചിട്ടുണ്ടായത് 1 ഇയർ 2 ഇയർ എന്തോ ലാസ്റ്റ് നമ്മൾ ചൊടിച്ചിട്ടുണ്ടായിട്ടോ. പയ്യെ ശരിയായത് എൻ്റെ മങ്ങാലാകുമ്പോഴത്തേക്ക് നമ്മൾ ശരിയായത്. നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ആക്കും. അപ്പോഴത്തേക്ക് പ്രഷറിലായിട്ട് എനിക്ക് നല്ല ഓനെ ഇങ്ങനെ കോമഡി ആക്കി തല്ലാൻ വരുന്നത്. അപ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് വേദന എടുക്കുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള എല്ലാ നഖവല്ലിയും പുറത്തേക്ക് വരും. അപ്പോൾ എന്താക്കും നല്ല ഭയങ്കര പറയും. അപ്പോൾ ഓന് ചൊടിച്ചിട്ട് പോകും. പിന്നെ അതിനൊരു പ്രശ്നം, ഭയങ്കര പ്രശ്നം. ഞാനാരോ നീയാരോ അമ്മ അങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെയൊക്കെ കൂടെ എന്തെല്ലോ പേരുന്നറിയാം. അങ്ങനെ വലിയ ഫൈറ്റായിട്ട് ഒരിക്കൽ 2 കൊല്ലം 2.5 കൊല്ലം 3 കൊല്ലത്തിൻ്റെ അടുത്ത് നമ്മൾ ചൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരും പോലും ചെയ്യും. പക്ഷെ നമ്മൾ മുണ്ടയില്ല. അവൻ വന്നെങ്കിൽ ഞാൻ മൈൻഡാക്കിയില്ല, അമ്മ എങ്ങനെ മൈൻഡാക്കിയില്ല. പിന്നെ ഞാൻ പെരക്ക് ഉണ്ടായിട്ടോ മംഗലത്തിന് മുമ്പൊന്നും. ഇപ്പോൾ പെരക്കന്നെ. സോ മംഗലത്തിന് മുമ്പ് പെരക്ക് ഉണ്ടായിട്ടാ. ക്ലിനിക്ക് ഇല്ലെങ്കിൽ എവിടെയും കറക്കാൻ പോക്ക് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഓൻ വരുമ്പോൾ ഞാനുണ്ടായിരുന്നു. പക്ഷെ ഓൻ വന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. എന്തപ്പോൾ ഓൻ വരാത്തത്, ഒരു മിസ്സിങ് ഉണ്ടാവും. എന്ന് വെച്ചെങ്കിൽ ഓന് തല്ലുന്ന മാത്രമല്ല, ഓന് ഉണ്ടാകുമ്പോൾ പെര ഉണ്ടല്ലോ, പെര കാണിക്കുന്നുണ്ട്. എന്ത് രസം എന്നറിയോ, ഭയങ്കര കോമഡി വെക്കും.
ഭയങ്കര രസം. ഇപ്പം ഉണ്ടല്ലോ ഓന് പെരക്കുന്നിട്ട് വന്ന് വാണെന്നുള്ള വിളിക്കും. അപ്പോൾ ഭയങ്കര രസമാട്ടോ. പക്ഷെ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ മനസ്സേ ഇല്ല. പിന്നെ അധികം ഞാൻ പെരക്ക് അങ്ങനെ പോകലും ഇല്ല കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട് എനിക്ക് അവനെ. എന്തെന്നറിയില്ല, എനിക്ക് ഇന്ന് ഇച്ചാൻ എന്ത് മിസ്സാകുന്നതെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട്. സോ എന്ത് പറയില്ല, ഇന്നുണ്ടല്ലോ പണിയെല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് മുണ്ടാതിരിക്കാൻ നേരമ്പോഴത്തേക്ക് എൻ്റെ ചാച്ച മുന്നിൽ മത്തി കൊണ്ട് തന്നു. ഈ പാത്രം ഫുള്ള് മത്തി. ഞാനിത് രണ്ടാമത്തെ മീൻ കേട്ടാ. രണ്ടാമത്തെ മീൻ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മീൻ മുറിക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടാ. ലാസ്റ്റ് ഉമ്മക്ക് കഴിയാതാകുമ്പോഴത്തേക്ക് എന്ത് മീൻ, ഇപ്പോൾ മീനിൻ്റെ പേരും നമുക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരറിയാം, മത്തി. മത്തി ഇത് രണ്ട് ഭയങ്കര കോംബോ ആയിരിക്കും. എന്താ പഠിച്ചാൽ നങ്ക ഇത് നങ്കനെയാ ഇതേപോലത്തെ നങ്കല്ല, അതെന്താ പറയല്, നങ്ക ഇങ്ങനെ തൊലി എടുക്കുന്നതല്ലേ. മറ്റേ മീനില്ലപ്പാ, എന്താ മീനെ പേര്, അയില മത്തി അല്ല അല്ലേ, മത്തി അയില തന്നെ. അയില മുറിക്കാൻ പഠിച്ചിട്ടുണ്ടായത് കേട്ടോ. സോ അപ്പം ഞാൻ വിചാരിച്ച് അതിലെന്നെ എനിക്കായിരിക്കും മത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉമ്മ പറഞ്ഞത് എനിക്കാണെങ്കിൽ മുറിച്ചിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അയ്യാണ്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഉച്ചയ്ക്ക് ഉറക്ക് വന്നീര്. ഇപ്പം എന്തെന്നറിയില്ല, 11 12 മണിയാകുമ്പോഴത്തേക്ക് ഒരു പൂച്ചോർക്ക് ഉറങ്ങിയിട്ട് എണിക്കും കേട്ടോ. 1 മണിക്കൂർ ഉറങ്ങിയിട്ട് എണിക്കും. അപ്പോഴത്തേക്ക് ഉണ്ടല്ലോ എനിക്ക് ഉറക്കം വന്ന്. എനിക്ക് ഒന്നാമത് ഉപ്പ വരുമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ആക്കുന്നില്ലത്. പിന്നെ ചോറാക്കണ്ടായിരുന്നു കേട്ടോ. ആ ചോറ് ഉണ്ടായിന്. സോ അപ്പോഴത്തേക്ക് ഞാൻ അയനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രാവിലെ എണിച്ചപ്പോൾ രാവിലെ കൊടുത്തിട്ട് പിന്നെ ഇപ്പം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചാൽ എൻ്റെ പണി കഴിയുന്നവരെ ഒന്ന് തിന്നിട്ട് ടി വി നോക്കിക്കൊണ്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ എൻ്റെ അൽമാക്കിലാന്ന് വെച്ചാൽ ഞാൻ ഒന്ന് സെറ്റാക്കി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചോറ് ഇന്നലത്തേത് ഉണ്ടായിന്. ഇന്നലെ ആരും കഴിക്കാത്തത് കൊണ്ട് സോ ബാക്കി അങ്ങനെ ചോറ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മ ഇന്ന് വെക്കണ്ടെന്ന് വെച്ച് ആ ചോറ് തന്നെ ചൂടാക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ പണി ഒരു ഈസിയായി. പിന്നെ അതിനിടയിൽ ഞാൻ പോയിട്ട് മത്തി മുറിച്ച് കഴുകി. എന്ത് ടാസ്ക് ഉണ്ടായത് റബ്ബേ. എനിക്ക് മീനിൻ്റെ സ്മെല്ല് അതൊന്നും പറ്റുന്നില്ല. എന്നാലും ഞാൻ മുറിച്ച് ഫ്രൈ എല്ലാം ആക്കി പിന്നെ എന്നാലും ചോറിലാക്കിയിട്ട് പിന്നെ ഉമ്മ വന്നിട്ട് മത്തിക്കറി ആക്കി പിന്നെ ചോറ് കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് അതിനെ ഉറക്കി. പിന്നെ ഇതാ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നില്ല കേട്ടാ. ഇപ്പോൾ 2 എക്സ്ട്രാൻഡ് ഷെസും ഉമ്മ ഉണ്ട് കേട്ടോ. ഷെസിൻ്റെ ചെവി വേദനയായിട്ട് ഓനെ കാണിക്കാൻ പോകുന്നില്ലത്. അതിന് എന്താ പറയുക, എന്ത് രാവിലെ നമ്മൾ ടോക്കൺ എടുക്കാൻ നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടോക്കൺ എടുക്കുന്നു. പക്ഷെ ആടെ അമ്മയ്ക്ക് ടോക്കൺ തരുന്നില്ല. എന്ന് പറഞ്ഞെങ്കിൽ അവർ വേണം, പേഷ്യൻ്റ് ആടെ വേണം എന്നാലേ തരും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഉണ്ടാവും ഇല്ലെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടോ. അപ്പോഴത്തേക്ക് അമ്മയും കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഈ 24 hours ഉണ്ട് കേട്ടോ. ഡോക്ടർ ഉണ്ടാവും. ഫാർമസി മാത്രം 9 മണി വരെ ഉള്ളത്. പക്ഷേ ഡോക്ടേഴ്സ് എല്ലാ ടൈം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷോക്കായിട്ട് നമ്മൾ വിചാരിച്ചത് 6 മണി 4 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ആവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇത് ഫുൾ ടൈം ഉണ്ട് കേട്ടോ. ഫാർമസി മാത്രമേ 6 മണിക്കുള്ളതെന്ന് പറഞ്ഞ്. പിന്നെ ഇതാ ഷെസു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വെയിറ്റ് നോക്കി. പിന്നെ അച്ഛക്ക് വെയിറ്റ് നോക്കണം മനസ്സിലുണ്ട നല്ല പുറത്ത് പോകുന്ന കണിക്കാക്കി. അതിനിടയിൽ സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് വേഗം കയറിയിട്ട് വെയിറ്റ് നോക്കുന്നില്ല. എന്നിട്ടപ്പാ അവൻ്റെപ്പ പിന്നെ എന്താ പറയല്, ഞാൻ എന്നെ കയ്യിൽ നിന്ന് അധികം വയ്യത്തിൽ കിട്ടുന്ന ഓനിക്ക് മാത്രമായിരിക്കും. പക്ഷേ എനിക്ക് എന്തെന്നറിയില്ല, ഓനോട് ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് എന്താ പറയുക, ഞാൻ വയ്യത്തും തല്ലും ഓനിക്ക് മാത്രമേ ഞാൻ തച്ചിട്ടുണ്ടാവും. ബാക്കി എങ്ങനെ ഇപ്പോൾ പാത്തുനെങ്കിൽ ജാജിനെങ്കിൽ ഐശ്വനെ ഞാൻ തല്ലിയിട്ടുണ്ടായില്ല. ഓനിക്ക് 2-3 വട്ടം കൊണ്ട് ഓനിക്ക് ഞാൻ അധികം വയ്യിട്ടു. പക്ഷേ എന്തെന്നറിയില്ല, എനിക്ക് ഇത്ര എൻ്റെ ബ്രദേഴ്സിൻ്റെ 4 മക്കളുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. പക്ഷേ അതിലൊരു എക്സ്ട്രാ എനിക്ക് അവനോട് ഭയങ്കര സ്നേഹം. പക്ഷെ ഞാൻ അവൻ്റെ മുമ്പിൽ കാണിക്കുന്നത് കേട്ടോ. കാണിച്ച പിന്നെ ഉള്ള ആകെ പേടിയില്ല തന്നെ മാത്രം. സോ ആ പേടി ഇല്ലെങ്കിൽ ഓന് ദുനിയാവ് ആകാശം ഭൂമി ഒന്നാകെ ആക്കിയിട്ട് ഓന് തീറ്റും ചെയ്യുവാണെങ്കിൽ അത്ര കുറ്റക്കടുണ്ട്. അയൻ്റെ എന്താ പറയുക, ഓനെ കുറ്റം പറഞ്ഞ് എനിക്ക് അപ്പൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് നോക്കിക്കോ, നിൽക്കും അങ്ങനെ കഴിഞ്ഞെങ്കിലുള്ള ഇങ്ങനത്തെ കുഞ്ഞെന്നെ കിട്ടും, എൻ്റെ കുഞ്ഞിനെ നീ പറഞ്ഞിട്ട് നോക്കിക്കോന്ന് പറഞ്ഞിട്ട്. ശരി തന്നെ, ഓൻ്റെ കുറ്റക്കടല്ല, ഓൻ്റെ എല്ലാ സ്വഭാവം കുറ്റക്കട എല്ലാം ആക്ഷൻ പോലെ എൻ്റെ മോനിക്ക് കിട്ടീന് കേട്ടോ. സോ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ 2 കൊടുത്തതുകൊണ്ട് നമുക്ക് കിട്ടിയെന്നേ ഉള്ളൂ. പിന്നെ പക്ഷെ കുരുത്തക്കേട് മാത്രമല്ല ഗൈസ്, ഓന് പിള്ളമാരെ എത്ര തല്ലുന്നറിയോ, അദ്ദേഹം എനിക്ക് ഭയങ്കര സ്നേഹിക്കും. അപ്പോഴത്തേക്കുണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കോ അതായത് റെഹാനുണ്ടല്ലോ, ആവി പിടിക്കാനേ വിടുന്നില്ല. കുഞ്ഞ് എങ്ങനെ ആവി പിടിക്കാൻ വിടുന്നില്ല. പക്ഷേ ഫോണിൽ അയ്യാൻ്റെ കുറേ വീഡിയോസ് കാണിച്ച് പിന്നെ കുറച്ച് നിന്ന് പിന്നെ അവൾക്ക് പറ്റുന്നില്ല. പക്ഷേ അത് ഫുൾ ആവി പിടിക്കാൻ കാരണം മെയിൻ ആൾ ഷെസൂട്ട.
അത്രയും ഓനെ കളിപ്പിച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര നമ്മുടെ മാഷ എന്ത് ചെയ്യാറുണ്ടല്ലോ. സോ അതിനെ കണ്ടിട്ട് എന്തെല്ലോ റിയാക്ഷൻ ആക്കിയിട്ട് ലാസ്റ്റ് അവനെ എങ്ങനെയല്ലോ ആക്കിയിട്ട് അവനെ ചിരിപ്പിച്ചിട്ട് ഫുള്ളായിട്ട് ഓക്സിജനും വെച്ചിട്ട് ഞാൻ ബാബിനോട് പറഞ്ഞേ ഇത്ര ദിവസം പിടിച്ചതിൽ കറക്റ്റായിട്ട് കുറച്ച് ആവി പിടിച്ചത് നേരായത് ഇന്ന് വൈകുന്നേരമായിരിക്കും എന്ന് അറിയിച്ചു. എന്ന് വെച്ചെങ്കിൽ ഷെസ് ഉണ്ടായിന് ഞാൻ അടിക്കിട്ട്. പക്ഷേ ഈ ഓക്സിജൻ ഫുള്ളമാർക്കുന്നത് എന്നെ ആയാലും അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ കുറച്ച് ശീലയിച്ചെടുത്തിട്ടുണ്ടാകും. പക്ഷെ അതിൽ അവർക്ക് എന്താണെന്നറിയില്ല, അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ല അതിൻ്റെ ആവി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതെന്നറിയില്ല ഭയങ്കര വെച്ചാലിരിക്കും. എൻ്റെ പൊന്നെ പിടിക്കാൻ കിട്ടുന്നുണ്ടായിട്ടാ. ലാസ്റ്റ് ഉണ്ടല്ലോ എന്ത് പറയില്ല, ഈ ഷൂസ് കളിപ്പിച്ച് ഓനെ ഓക്കെ ആക്കിയിട്ടാ. അതിന് നമ്മൾ നേരെ ഷോപ്പിക്സിൽ വന്നിട്ടുള്ളത്. ഇവിടെത്തും ഒരു മഴ വന്നിട്ട് പോലത്തെ മഴ. അങ്ങനെ നേരെ ആടുന്ന ഓട്ടോറിക്ഷ ആക്കിയിട്ട് നേരെ ഷോപ്പിക്സിൽ വന്നിട്ടാ. ഷോപ്പിക്സിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്ത് തന്നെ വലിയൊരു ടെൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ ഫുൾ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് മൈനത് ഇവർ പമ്പസ് വേണമെന്നിട്ട് അത് എടുത്ത് പിന്നെ എന്താ പറയല് കുറേ എന്ത് ഓഫേഴ്സ് ഉണ്ട്. ഒരു ബക്കറ്റ്, ഒരു ചൂല്, ഒരു മഫിനിൽ 200 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അങ്ങനെ കുറേ ഓഫേഴ്സിൽ റേറ്റ് എല്ലാം ഞാൻ മൈന എല്ലാത്തിൻ്റെ റേറ്റിങ്ങിന് ഇങ്ങനെ നോക്കും. പക്ഷെ കുറേ എണ്ണത്തിന് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. എന്തെന്നറിയില്ല, ദീപാവലിൻ്റെതും തോന്നുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മെയിനായി എനിക്ക് പമ്പേഴ്സ് വാങ്ങാനുണ്ടായത് കൊണ്ട് ഞാൻ വേറെ ഇങ്ങനെ വാങ്ങാനൊന്നുമില്ല. പിന്നെ എന്ത് പറയുക, ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഓഫർ ഉണ്ടെങ്കിൽ നമുക്കൊരു വാങ്ങില്ലെങ്കിൽ ഇങ്ങനെ നോക്കാനുള്ളൊരു രസം അത് വേറെ ഉണ്ടല്ലേ. പിന്നെ ഒരു അരമണിക്കൂർ അവിടെ നിന്നിട്ടാകുമ്പോഴത്തേക്ക് ഒന്നാമത് മൈന് നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ പുറത്ത് മഴ, അത് നിൽക്കാതെ ഓട്ടോറിക്ഷയിലും പോകാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ ഷോപ്പിക്സിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് വെള്ളം കയറി കാണിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ മീൻസ് പുറത്ത് ആ മുറ്റത്ത് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയല്ലോ ആക്കി അപ്പോഴത്തേക്ക് ഉണ്ടല്ലോ എന്തുമ്മ ഒരു ചെരുപ്പ് വാങ്ങുമ്പോഴത്തേക്ക് ആടുന്നൊരു കൂപ്പൺ കിട്ടിയിട്ട് ലക്കി ഡ്രോ എന്ത് കിട്ടാൻ. നമുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും കിട്ടാത്ത കൊണ്ട് വലിയ സീനൊന്നുമില്ല. അങ്ങനെ നമ്മൊരു 5:30 ആകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഭയങ്കര 5:30 ആകുമ്പോഴത്തേക്കാണ് ഭയങ്കര ഇട്ടാവാൻ തുടങ്ങും കേട്ടോ. 5:30 ആകുമ്പോൾ കറക്റ്റ് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇവിടെ ഉണ്ടല്ല 5:30 നമ്മൾ ഇരുന്നത് നമ്മൾ 6:45 കേട്ടോ. ഒരു സ്ഥലത്ത് 1 മണിക്കൂർ അരമണിക്കൂർ ഇങ്ങനെ സ്റ്റോപ്പായിട്ട് ലാസ്റ്റ് ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷ. ഒന്നാമത് മഴയും ബ്ലോക്കും എന്തെന്നറിയില്ല, എന്ത് ബ്ലോക്ക് എന്നറിയുന്നു ഉണ്ടായിട്ട്. സോ അങ്ങനെ നമ്മൾ 5:30 നമ്മൾ ഓട്ടോറിക്ഷ ഇട്ട് നമ്മൾ 6:45 7 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേക്കണക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.